ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണവുമായി ഇറാൻ. ടെലവീവിലെ വിവിധയിടങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 40 പേർക്ക് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തിൽ ഇറാന്റെ മത നേതൃത്വം കനത്ത വില നൽകേണ്ടിവരുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന് പേരിട്ട പ്രത്യാക്രമണം ആരംഭിച്ചത്. ഇസ്രയേലിന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ തിരിച്ചടി. ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലവീവിൽ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചതായാണ് റിപ്പോർട്ട്. ജെറുസലേമിലും തെക്കൻ തുറമുഖ നഗരമായ എലാറ്റിലും അപായ സൈറൺ മുഴങ്ങി. ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പ്രധാന നഗരങ്ങളിൽ നിന്ന് ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചു. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. രാജ്യതലസ്ഥാനത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് സമീപം തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. ടെല്ലവീവിന് മുകളിൽ കടുത്ത പുകപടലങ്ങൾ ഉയരുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇറാൻ തൊടുത്ത മിസൈലുകൾ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. സാധാരണക്കാർക്ക് നേരെയുള്ള പ്രകോപനത്തിന് കനത്ത മറുപടി നൽകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി മുറുകുന്നതിനിടെ ചേർന്ന അടിയന്തര UN സുരക്ഷാ കൗൺസിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇസ്രായേൽ ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. 320-ലധികം പേർക്ക് പരിക്കേറ്റതായും കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്നും ഇറാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24.